മൊബൈൽ ബസ് സിമുലേറ്റർ എന്ന ഈ ഗെയിം നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് 60 MB മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളിന്ന് എന്തൊക്കെയുണ്ട് ഇതിൽ, അതുപോലെ അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാണ്. എല്ലാം നമ്മൾ ലൈവായിട്ടാണ് കാണിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് 60 MB ആണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. 50M ഡൗൺലോഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ചൂസ് ആൻഡ് കസ്റ്റമൈസ് യുവർ ഫേവറേറ്റ് ബസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ടു പാസഞ്ചേഴ്സ് ഫ്രം സിറ്റി ടു അനദർ സിറ്റി, ഡീറ്റെയിൽഡ് ഇൻറ്റീരിയർ, ഇൻക്രെഡിബിൾ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചറൊക്കെ അവർ തരുന്നുണ്ട്. റിയലിസ്റ്റിക് ട്രാഫിക് റൂൾസ്, ഒരുപാട് ട്രാഫിക് റൂൾസൊക്കെയാണ്. നമുക്ക് എന്തായാലും ഗെയിം കളിച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, അങ്ങനെ നമ്മളിതാ നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലോക്കോസ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ എന്ന് തോന്നുന്നു. ആദ്യം അതാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആഡാണ് കാണുന്നത്. ഈ ആഡ് വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ നമ്മളിതാ ഒരു ഗ്യാരേജ് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്യാരേജാണ്. നമ്മളിപ്പോൾ ഗ്രാഫിക്സ് മിഡിലാണ് ഇട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രാഫിക്സ് ലെവലാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതൊരു ഇന്തോനേഷ്യൻ ബസ് തന്നുണ്ട്. ഇത് ഇന്തോനേഷ്യക്കാരുടെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സെറ്റിങ്സുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഡ്രൈവേഴ്സിനെ, നമ്മുടെ പ്രൊഫൈലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഡ്രൈവറിൻ്റെ പേര് ഐഡിയകളുണ്ട്. അതുപോലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പേരൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈവർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ DRIVER. അപ്പോൾ നമ്മളെന്താ ഡ്രൈവർ എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീച്ചർ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെറ്റിങ്സിലേക്കാണ്. സെറ്റിങ്സ് എന്തൊക്കെ നോക്കണമല്ലോ. അപ്പോൾ സെറ്റിങ്സിൽ കൺട്രോളിൽ സ്റ്റിയറിങ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ, ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. അതുപോലെ ലാംഗ്വേജ് നമ്മൾ ഇന്തോനേഷ്യക്കാരുടെ പറഞ്ഞില്ല, അപ്പോൾ അവരുടെ ഭാഷയുണ്ട്. അതുപോലെ നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ ബാക്കി അങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബസ് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഡബിൾ ഡക്കർ പോലെയും, അതായത് 2 നിലയുള്ള പോലെയും, ഒന്ന് നോർമലായിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് തന്നെ 22ഓളം ലിവറീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഓരോന്ന് പെയ്ഡാണ്. അപ്പോൾ അതുപോലെ ലിവറീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിനി ഹോൺ നോക്കുകയാണെങ്കിൽ ഹോണും അതേപോലെ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ടോക്കൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് പെയ്ഡാണെന്ന് പറഞ്ഞത്, ശരിക്കുള്ള പൈസയല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അപ്ഗ്രേഡും വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഒരു 3 ഹോൺ തന്നിട്ടുണ്ടാവും, പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസ്കിൻ്റെ കാര്യങ്ങളും. അതുപോലെ വേറെ കുറേ ആക്സസറീസ് ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്യാരേജിലുള്ളത്. ഒരുപാട് ലൈറ്റിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ, അത് പറയാൻ പറ്റാണ്. ഒരുപാട് ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്കോർ ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെയാണ്. നമ്മളിതാ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കളി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 4 മാപ്പ് കണ്ടു. ജക്കാർത്തയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്ത് ലോഡിംഗ് മാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബസ് കുലുങ്ങിയിട്ടൊക്കെ ഉണ്ടോ നമുക്ക് ആദ്യം തുടക്കത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിലാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബസ് സ്റ്റാൻഡ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ കാണില്ല, ആ ഒരു ഫീൽ തന്നെയാണ്. അതായത് ഒറിജിനാലിറ്റി ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും ഫീലാണ്. അതുപോലെ തന്നെ അവിടെ കണ്ടക്ടർ സ്ഥലങ്ങൾ വിളിച്ച് പറയില്ല, അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് കേൾക്കാണ്ട്. ഇപ്പോൾ അതല്ലേ അവരുടെ ഭാഷയാണ്. അപ്പോൾ അതുപോലെ എഞ്ചിൻ്റെ സൗണ്ട്, ഇപ്പോൾ എഞ്ചിൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. എഞ്ചിൻ്റെ സൗണ്ട് കേട്ടാണ് വിചാരിക്കുന്നു. നമുക്കിനി ബാക്കി എന്തൊക്കെയുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറാണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ജെറ്റ് ഹൗസിനോടൊക്കെ പോലെ തന്നെ അത്യാവശ്യം സാമ്യമുള്ളൊരു ഇൻറ്റീരിയറാണ്. 4 ടൈപ്പ് ക്യാമറ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബസ്സിലെ സെയിം തന്നെയാണ്. അതായത് 4 ക്യാമറ, ഒന്ന് ക്യാബിൻ, അതുപോലെ സിനിമാറ്റിക്, ആ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ. നമുക്കിനി നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്കാവുന്നുണ്ട് നോക്കാം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഹസാർഡ് വർക്കാവുന്നുണ്ട്. ഇതെന്താ മാപ്പാണത്. അതുപോലെ മാപ്പ് വർക്കാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഹസാർഡ് ഇട്ട് നോക്കി. ക്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് അടിച്ചപ്പോൾ ഡിമ്മ് കണ്ടില്ല, ബ്രൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കറക്റ്റായിട്ട് വർക്കുന്നുണ്ട്. നല്ല ആനിമേഷൻ. പിന്നെ ഗിയർ മാനുവലില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതുപോലെ വൈപ്പർ ഉണ്ട്. പാസ് ലൈറ്റാണ്, നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആയിട്ട് മാറ്റി ഇടാൻ പറ്റില്ല. നല്ലൊരു സ്റ്റിയറിങ്, കാറിൻ്റെ പോലെ തന്നെ. അതുപോലെ പാസ് ലൈറ്റ് ഉണ്ട്. അതുപോലെ മീറ്ററിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതെ, ബാറ്ററിയുടെ ചെക്ക് എഞ്ചിൻ സംഭവങ്ങളും അങ്ങനെ പൈസയുടെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. മീറ്റർ ഉണ്ട്, അതിലൊക്കെ ഉണ്ട്. ക്യാബിലാണെങ്കിലും മീറ്റർ കാണുന്നില്ല, അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ ക്യാബ് ഭയങ്കര ഡീസൻ്റാണ്. ജെറ്റ് ഹൗസിനെക്കാളും നല്ലൊരു ക്യാബിനും കൂടിയാണിത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ വണ്ടിയുടെ സൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവിനൊന്ന് കൊണ്ടുപോയി നോക്കാം. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സിറ്റിയാണിത്. അപ്പോൾ സിറ്റിയുടെ ടെക്സ്ചറും കാര്യങ്ങളായാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇവർ 60 MB ഗെയിമിനുള്ളതൊക്കെ ഉണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ ട്രാഫിക് ഒക്കെ കറക്റ്റാണ്. നമുക്ക് ബസ്സിനെക്കാട്ടിലും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ് ഇതിൻ്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. ഒരു ബസ്സിലെ പോലെ തന്നെ ആ ഒരു കുട്ടി കരയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു കുട്ടി പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ കേൾക്കുമായിരിക്കും. ആ ഒരു സംഭവം ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഗിയർ പെട്ടെന്ന് ഗിയർ മാറി ടോപ്പ് ഗിയറിലൊക്കെ എത്തുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. ബസ്സിൻ്റെ കുറച്ച് വലിഞ്ഞിട്ടായിരിക്കുമല്ലോ ഗിയർ മാറുക. അല്ല അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ ആ റോഡ് വരെ മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വണ്ടി വീശുമ്പോഴായാലും, അതായത് വളവ് വീശുമ്പോഴായാലും ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, ഒട്ടുമില്ല. അപ്പോൾ ഇതിലെ മിറർ ഞാൻ ഓഫാക്കിയിട്ടാണ് കേട്ടോ, മിറർ വർക്കാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റോഡിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു അത്യാവശ്യം ചെറിയ മാപ്പാണ്. പിന്നെയുള്ളത് 3 ഹോണാണ്. അപ്പോൾ 3 ഹോണേ ഉള്ളൂ, സ്റ്റിയറിങ്ങിൽ ഹോണില്ല. അപ്പോൾ ആ 3 ഹോണും അത്യാവശ്യം എയർ ഹോണാണ്. പിന്നെ അതിൽ നമുക്ക് ഉള്ള പുതിയത് ആഡ് ചെയ്യാം. അപ്പോൾ ഹോണൊക്കെ അടിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 60 MB ഉള്ളത്. ഇത് 2018 ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒക്കെ കണക്ക് തന്നെയാണ്. അന്നും 55 MB എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു അപ്ഡേറ്റ് എന്തോ വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇനി കൂടുതൽ നോക്കിയിട്ട്, ഇപ്പോൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഇനി നമുക്ക് കൂടുതൽ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.